അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ വളർത്തുപുത്രി നൂർ ഫാത്തിമ വളരെയധികം പ്രശസ്തയായിട്ടുണ്ട് എന്നുള്ള കാര്യം അറബിയമ്മക്ക് അറിഞ്ഞപ്പോൾ അറബിയമ്മയുടെ മനസ്സ് വല്ലാതങ്ങ് സന്തോഷിക്കുകയാണ്. പലരും പറയുകയാണ്, അതെ, എന്തുണ്ടെങ്കിലും അവരൊരു വാക്ക് കിട്ടിയാൽ വലിയൊരു കാര്യമാണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെല്ലാനും പറയാനൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾ അതുപോലെ ചെയ്താൽ വലിയ ഷിഫാണ്. പഠിച്ചവൻ ഓരോരുത്തർക്ക് ഓരോ കഴിവ് കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ അറബിയമ്മ അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. അറബിയമ്മയുടെ മനസ്സിൽ വിചാരിച്ചു, പഠിച്ചവനെ അതല്ലാതിരിക്കുമോ, പഠിച്ചവനോട് അടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്ത് കഴിഞ്ഞ് ഒരു തെറ്റും ചെയ്യാതിരുന്നാൽ എന്തൊക്കെ തന്നെയായാലും അള്ളാഹു നമുക്കോരോ കഴിവുകൾ നൽകും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അവൾ ഖുർആനും ദിക്റുകളും സ്വലാത്തും എപ്പോഴും അവൾക്ക് അതുതന്നെയാണ്. അല്ലാതെ വെറുതെ ഒന്ന് എല്ലാവരെയും പോലെ ഫോൺ എടുത്തിട്ട് അതിൽ റീൽസ് കണ്ടിരിക്കുകയോ ഷോർട്ട് വീഡിയോ കണ്ടിരിക്കുകയോ ഒന്നുമല്ല അവൾ ചെയ്യാറുള്ളത്. അവൾ എന്തൊക്കെ തന്നെയായാലും അവൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലും, ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് അവളുടെ കാര്യത്തിൽ. പഠിച്ചോനെ, സാധാരണ ഒരു മനുഷ്യ സ്ത്രീക്ക് കഴിയുന്നതിനേക്കാളും എത്രയോ 10 മടങ്ങായിട്ട് അവൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അവൾക്ക് എല്ലാ കാര്യത്തിനും വളരെയധികം സൂക്ഷ്മതയോട് കൂടിയാണ് അവൾ ജീവിക്കുന്നതും. അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് നിന്നു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുമെന്നാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവളുടെ ഒരു വാക്കിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്. ഒന്നും അറിയാത്ത രീതിയിൽ അറബിയമ്മയും അതാ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ ഹിജാബ് പൊക്കിയിട്ട് തന്നെ ഇല്ല. എല്ലാവരും അറബിയമ്മയെ നോക്കുന്നുണ്ട്. അറബിയമ്മയുടെ സംസാരത്തിലൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മലയാളം പറയുന്നുണ്ട് എങ്കിലും ശരിക്കൊരു അറബ് കലർന്ന രീതിയിലാണ് അറബിയമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. പലരും പലതും ചോദിക്കുവാൻ വേണ്ടി തുടങ്ങി. അറബിയമ്മ അതൊന്നും കാര്യമായിട്ട് പറയാതെ വിഷയം മാറ്റി തുടങ്ങി. പക്ഷെ കളവ് പറയാനും പാടില്ലല്ലോ. അടുത്തതായിട്ട് അത് അറബിയമ്മയുടെ ഊഴമാണ്. അതിനു മുമ്പുള്ള ആ ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞിന് സുഖമില്ലാഞ്ഞിട്ടോ പിന്നെ കുട്ടികളില്ലാഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. പക്ഷെ നൂർ ഫാത്തിമ എല്ലാവർക്കും നിർദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, അവർ ഖുർആൻ വചനങ്ങളാണ്. ഈ സൂറത്തിലെ ഈ ആയത്ത് ഓതിയാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാം ശരിയാകുമെന്ന് അതാ പറഞ്ഞു കൊടുക്കുകയാണ് നൂർ ഫാത്തിമ. അല്ലാതെ വേറെ മറ്റ് ചികിത്സയിലും കാര്യങ്ങളും ഒന്നുമല്ല. പക്ഷെ പലതവണ നൂർ ഫാത്തിമ പറയുന്നു, ഒരിക്കലും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെയാണ്. നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ദുആ ചെയ്യാനൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ എല്ലാം അള്ളാഹുവിനോടല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നല്ലത്. അല്ലാതെ ഒരിക്കലും അല്ല ബീവിയെ, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തോ ഇതുണ്ട്. നിങ്ങളൊരു വാക്ക് കിട്ടിയാൽ അത് വല്ലാത്തൊരു റാഹത്തായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കണ്. എന്താ അറിയില്ല, ഞങ്ങളെന്ന് വെച്ചാൽ പല തെറ്റുകളും ചെയ്യണോലാണ്, വാക്കുകൊണ്ടായാലും പ്രവൃത്തിയായാലും ഒക്കെ. പക്ഷെ നിങ്ങളെന്ന് വെച്ചാൽ അത്രക്കും സൂക്ഷ്മതയോടെ ജീവിക്കുന്നതല്ലേ. നിങ്ങളുടെ മുഖമൊന്നും ഒരു അന്യപുരുഷനും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതിനെക്കുറിച്ചെല്ലാം അവർ എല്ലാവരോടും വന്ന് പറയുന്നുണ്ട്. എടി, നീ അറിഞ്ഞോ, ആ ഉസ്താദിൻ്റെ വൈഫ് വന്നിക്കണല്ലോ, ഉസ്താദിൻ്റെ ബീവിയെ. ആ നല്ലൊരു ഐശ്വര്യമുള്ള മുഖം, അതിനെ കാണാൻ കിട്ടൂല അങ്ങനെ ഇങ്ങനെയൊന്നും മുഖമൊന്നും. വല്ലപ്പോഴൊന്ന് ഉള്ളവ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഒന്ന് കണ്ടെങ്കിൽ കണ്ട്. അതന്നെ എപ്പോഴും നിഖാബ് ധരിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളോടൊക്കെ സംസാരിക്കുള്ളൂ. അങ്ങനെയാണ്. എന്നാലും നോക്ക്, അതിൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ നല്ല ഫലമാണ് കേട്ടോ. ഒരു കുട്ടിയുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിട്ട് നൂർ ഫാത്തിമയുടെ അടുക്കൽ വന്ന് അവർ പറയുകയാണ്. അപ്പോൾ നൂർ ഫാത്തിമ ചില കാര്യങ്ങൾ അവരോട് നിർദ്ദേശിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാ, നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കിട്ടും. അള്ളാഹു വിധിച്ചതാണെങ്കിൽ അത് നമ്മളെ കയ്യിൽ എത്തുകയും ചെയ്യും. എങ്കിലും നമ്മൾ അത് തിരഞ്ഞു നോക്കണമല്ലോ. പ്രാർത്ഥനാ പ്രവൃത്തി എന്നല്ലേ. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുക. എല്ലാ സ്ഥലത്തൊന്ന് തിരയുക. ഇൻഷാ അല്ലാ, അത് വൈകാതെ തന്നെ നിങ്ങളുടെ അടുക്കൽ കിട്ടും എന്ന് പറഞ്ഞ് അവർ നൂർ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞതുപോലെ എല്ലാം ചൊല്ലി തിരയുവാൻ തുടങ്ങി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എന്തൊക്കെ തന്നെയായാലും ആ ഒരു സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടി. അതിൻ്റെ നന്ദി അറിയിക്കുവാൻ വേണ്ടി വന്നതാണ് അവിടെ ഒരു സ്ത്രീ. അറബിയമ്മയോട് ഈ ഒരു കാര്യം അവർ പറയുകയാണ്. അതെ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലൊക്കെ ഒരു തരി സ്വർണം പോകുകയെന്ന് വെച്ചാൽ വല്ലാത്തൊരു വേദനയല്ലേ. എങ്ങനെയൊക്കെയോ ഒരു കൂട്ടി ഉണ്ടാക്കി ഒന്ന് എടുക്കണതാണ്.
പക്ഷേ അതൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്താണ് സ്ഥിതി? എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കുട്ടീനെ പരിചയപ്പെട്ടത്. ഇവിടെ ഒരു ബീവി കുട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെല്ലാനൊക്കെ തന്ന് അങ്ങനെ ഞാനാണ് പോയി തിരഞ്ഞ്. പഠിച്ച റബ്ബേ, എങ്ങനെ അള്ളാഹുവിനോട് നന്ദി പറയണം എനിക്ക് അറിയണില്ല. പ്രത്യേകിച്ച് ഈ കുട്ടിനോടും എനിക്ക്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊണ്ട് പോകണമെന്ന് വിചാരിച്ചു കണ്ട് അവർക്ക് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് കൊടുക്കണ്ടേ? അത് കേട്ട് അറബിയുമ്മ ചോദിച്ചു, എന്ത് ദിക്റുകൾ, എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്? നമുക്കെന്തെങ്കിലും നമ്മളെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലോ. വിലമതിക്കാനാവാത്ത സാധനങ്ങൾ ഇനിയിപ്പോൾ ചെറിയതായാലെങ്കിലും ഒരു 10 രൂപ നഷ്ടപ്പെട്ടാലും നമുക്കത് സങ്കടം തന്നെയാണ്. കാരണം അത്രയ്ക്കും നമ്മൾ നയിച്ചുണ്ടാക്കിയ ആ ഒരു പൈസ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഈ ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ എത്തി. ഞാൻ എന്നിട്ട് ബീവിക്കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത് ഒരുപാട് ദുആകളും ദിക്റുകളൊക്കെ ഉണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിലിത് കാണിച്ചു തരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട യാ ജാമിഉ യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ്. അത് 114 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ എന്ത് തന്നെ കാര്യം നഷ്ടപ്പെട്ടത് തിരയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരും. 114 ഒരു കണക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 114 കുറയരുത്, കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. യാ ജാമിഉ യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവനെ. നമ്മളുടെ അടുത്തേക്ക് നമ്മളെ നഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യാ ജാമിഉ യാ അല്ലാ എന്ന് 114 തവണ ചൊല്ലുക. അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത്. അതിനനുസരിച്ച് ഞാനതൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, യാ ഹഫീള് യാ അല്ലാ, യാ ഹഫീള് യാ അല്ലാ, യാ ഹഫീള് യാ അല്ലാ എന്നുള്ള ഈ ഒരു ഇസ്മ 119 തവണ ചൊല്ലുക. അതിലേറുകയും വേണ്ട കുറയുകയും വേണ്ട എന്നാണ് ബീവി എന്നോട് പറഞ്ഞത്. യാ ഹഫീള് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവനെ എന്നാണ്, സംരക്ഷിക്കപ്പെടുന്നവനെ. എല്ലാത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും അത് വേറൊരാൾക്ക് കിട്ടാതെ അല്ലെങ്കിൽ വേറൊരു വഴിയിൽ നഷ്ടപ്പെട്ടു പോവാതെ നമ്മളെ കയ്യിൽ തന്നെ അത് സംരക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ചെത്തുന്ന ഒരു ഇസ്മാണത്. അങ്ങനെ ആ 2 ഇസ്മുകൾ എന്നോട് ഓതാൻ പറഞ്ഞു കറക്റ്റായിട്ട്. അതിനുശേഷം വേറൊരു കാര്യം കൂടി പറഞ്ഞു തന്നു. ഖുർആനോട് കൂടിയുള്ള ഒരു ദുആയാണത്. അതായത് 111 പ്രാവശ്യം അല്ലാഹുമ്മ യാ ജാമിഅൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ് ഇജ്മഉ അലയ്യ ളാല്ലത്തി എന്നാണ്. അത് 111 തവണ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇസ്മുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഇത് 111 തവണ ചൊല്ലുക. നമ്മളിത് 111 തവണ ചൊല്ലുമ്പോൾ ഇജ്മഉ അലയ്യ ളാല്ലത്തി എന്നെത്തുമ്പോൾ നമ്മൾ ആ ഒരു നഷ്ടപ്പെട്ട വസ്തു മനസ്സിൽ വിചാരിക്കുക. എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്? മാലയാണെങ്കിൽ അത്, വളയാണെങ്കിൽ, ക്യാഷാണെങ്കിൽ, എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സംഭവം മനസ്സിൽ കരുതുക. ഇജ്മഉ അലയ്യ ളാല്ലത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബിവി എനിക്ക് പറഞ്ഞു തന്നു. അതായത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തു അതെന്താണോ പടച്ച റബ്ബേ അതെനിക്ക് നീ ഒരുമിച്ച് കൂട്ടിത്താ അല്ലാ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് വലിയൊരു സന്തോഷമായിപ്പോൾ ഈ ഒരു ബീവി ഇത് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിയുടെ ഒരു മാല തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാ. ആ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അല്ല, നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ്? അത് നമുക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്, എന്നാലും ഞാൻ മദീനയിൽ നിന്നാണ്. ശരിക്കും ആ സ്ത്രീ അത്ഭുതപ്പെടുകയാണ്. അതിപ്പോൾ എങ്ങനെ? പെട്ടെന്ന് നൂർ ഫാത്തിമയുടെ അടുത്ത് നിന്ന് അകത്തേക്ക് കയറിയ സ്ത്രീ തിരിച്ചു വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കയറിക്കോളി. അറബിയുമ്മ ഒന്നും അറിയാത്ത രീതിയിൽ അതാ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് പോകുന്നു. നൂർ ഫാത്തിമ ഹിജാബ് പൊക്കിയിട്ടേ ഇല്ല. അവളതാ ഒരു മേശക്കരികിൽ ഇരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നൂർ ഫാത്തിമയെ കണ്ടപ്പോൾ അറബിയുമ്മക്ക് സങ്കടം വന്നു. അതെ, വയറ് കുറച്ച് കൂടിയിട്ടുണ്ട്. പാവം എൻ്റെ മോള് ഒന്നും അറിയുന്നില്ല. അസ്സലാമു അലൈക്കും. നൂർ ഫാത്തിമയുടെ നേരെ സലാം പറഞ്ഞുകൊണ്ട് അതാ അറബിയുമ്മ കടന്നു ചെല്ലുന്നു. എവിടെയോ ഒരു കേട്ട സൗണ്ട്. വഅലൈക്കും അസ്സലാം, ഇരുന്നോളൂ. പെട്ടെന്ന് എന്തൊക്കെയോ ഒരു മാറ്റം നൂർ ഫാത്തിമയിൽ തന്നെ വരുന്നു. പഠിച്ചോനെ,
എന്തതൊരു പരിചയം ഉള്ള പോലെയൊക്കെ. പക്ഷെ ഹിജാബ് പൊക്കിയിട്ടുമില്ല. തടിയും വലുപ്പവുമുള്ള വലിയൊരു സ്ത്രീയാണ് അറബിയുമ്മ. അറബിയുമ്മ ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എൻ്റെ മോള് ഗർഭിണിയാണ്, അവൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ ഉമ്മ, എൻ്റെ അറബിയുമ്മയുടെ. മോളെ നീ പേടിച്ചോ എന്ന് പറഞ്ഞ് ഹിജാബത അറബിയുമ്മ മുഖത്ത് നിന്ന് മാറ്റുന്നു. അല്ലാ, ഞാൻ എന്തീ കാണുന്നത്? ഉമ്മ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എപ്പോഴെത്തി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നൂർ ഫാത്തിമ എണീറ്റുകൊണ്ട് അറബിയുമ്മയെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. മോളെ പതുക്കെ എണീറ്റോടല്ലേ. അറബിയുമ്മ അവളെ കെട്ടിപ്പിടിച്ചു, ഒരുപാട് ചുംബിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് സുഖല്ലേ? ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖല്ലേ? ഉമ്മ, അൽഹംദുലില്ലാ. എന്നാലും എന്താ ഇത് പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു വരവ്? ഞാൻ തീരെ. അതെ, എന്നുണ്ടല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ടൊക്കെ വരില്ലേ, അപ്പോൾ ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. നൂർ ഫാത്തിമയുടെ ഫേസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ അതാ അറബിയുമ്മക്കുള്ള ആ ഒരു ഗിഫ്റ്റ് നൽകിയിരുന്നു. എല്ലാവരും കൊണ്ടുവരുന്നത് പോലുള്ള ഗിഫ്റ്റാണെന്ന് കരുതിയിട്ട് നൂർ ഫാത്തിമ അത് കൂടുതലായി ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് അവൾക്കത് മനസ്സിലായത്. അത്രക്കും നല്ലൊരു സ്മെല്ലും. ഹോ പടച്ച റബ്ബേ, അറബിയുമ്മ ശരിക്കും നിങ്ങളെന്നെ ഞെട്ടിച്ചു. എനിക്ക് മോളെ, പിന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ അതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ മോള് അവരെയൊക്കെ എന്താ വെച്ചാൽ ചികിത്സിച്ച് പറഞ്ഞേക്ക്, ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട ഉമ്മ, ഇവിടെ നിന്നാൽ മതി, ഇനി പുറത്തേക്ക് പോകണ്ട. ഉമ്മ ദാ ഇവിടെ ഇരിക്കേ. ഉമ്മ ദാ അവിടെ റൂമുണ്ട്, അവിടെ കിടന്നോളൂ, റെസ്റ്റ് എടുത്തോളൂ. മോളെ, അതിന് ഞങ്ങൾ ഇന്നലല്ലേ വന്നത്, ഞങ്ങൾ ഇന്നലെ വന്ന് റെസ്റ്റേ കഴിഞ്ഞതാണ്. നൂർ ഫാത്തിമ പെട്ടെന്ന് ഫോണെടുത്ത് അതാ നാഫിക്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അറബിയുമ്മ ഒന്നും മിണ്ടിയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. നാഫിക്ക, ഇത് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. നാഫി ഉസ്താദ് ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു ആദ്യം. പക്ഷേ നൂർ ഫാത്തിമ അത് പറഞ്ഞത് കേട്ടപ്പോൾ അറബിയുമ്മ ആണെന്നുള്ളത് നാഫി ഉസ്താദിന് അറിയുമായിരുന്നു. നാഫി ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ നൂറേ, എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ. അപ്പോൾ തലാൽ, അതെ, തലാൽ നേരെ പള്ളിയിലേക്ക് എൻ്റെ ഹുത്തുബയൊക്കെ കേട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുകയായിരുന്നു. ആളുകൾ കൂടിയത് കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. എന്തിപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം എന്ന് കരുതിയിട്ട്. അപ്പോഴാണ് ആ ഒരു സത്യം എനിക്ക് മനസ്സിലായത്. ആദ്യമൊന്നും മനസ്സിലായില്ല. അറബി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനേ, സത്യമായിട്ടും. ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമയ്ക്ക് അവിടെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വരാൻ നിന്ന സ്ത്രീകളെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. അവളുടെ മനസ്സാകെ മാറിയിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കിട്ടിയപ്പോൾ ആ ഉമ്മയുടെ കൂടെ ഇരിക്കാനാണ് നൂർ ഫാത്തിമയ്ക്ക് ആഗ്രഹം. മോളെ, പിന്നെ ദാ അവിടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. സ്വർണം നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടിയത്. അത് കിട്ടിയോ? അവരെൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേ, അതിനുള്ള ദിക്റും ഖുർആനും അതുപോലെ ഇസ്മൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ പഠിച്ച റബ്ബിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മാഷാ അള്ളാഹ്, കിട്ടിയല്ലേ? അതേ മോളെ, അതിൻ്റെ ചരിത്രം പറയായിരുന്നു അവർ. മോളെ, ഞാനവിടെ പുറത്തിരിക്കാം, അതായിരിക്കും. അല്ലാതെ ഞാനിവിടെ അകത്തിങ്ങനെ. ഉമ്മ, അതിനെന്താ, ഇവിടെ ഇഷ്ടംപോലെ റൂമൊക്കെ ഉണ്ടല്ലോ. അല്ല, അവരാകുമ്പോൾ എന്തെങ്കിലും കുശലം അന്വേഷിച്ച് അവിടെ നിൽക്കാമല്ലോ. അറബിയുമ്മ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും അതാ അടുത്ത ആൾ എത്തിയിരിക്കുന്നു. അതെ, ഗോൾഡ് കിട്ടിയ സന്തോഷം. ഏകദേശം 2-2.5 പവനോളം വരുന്ന ഒരു മാലയായിരുന്നു അത് കിട്ടിയ സന്തോഷത്തിൽ നൂർ ഫാത്തിമയ്ക്ക് ഒരു ഗിഫ്റ്റുമായിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. അതെ, അവർ നൂർ ഫാത്തിമയ്ക്ക് മനോഹരമായ ഒരു സ്വർണ്ണമോതിരം കൊണ്ടുവരികയാണ്. നൂർ ഫാത്തിമ അത് വാങ്ങാൻ ഒട്ടും കൂട്ടാക്കിയില്ല. അതെ, വേണ്ടായിട്ടാണ് എനിക്ക്. നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോളൂ. ഒരുപാട് ബുദ്ധിമുട്ട് അല്ലേ, അത് കല്യാണത്തിന് വേണ്ടി ഒക്കെ ഉണ്ടാക്കി വെച്ചല്ലേ, എൻ്റെ ഒരു വകയായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വേണ്ടായിട്ടാണ്. അതായത് എൻ്റെ അടുത്ത് ഉണ്ട്, അതുകൊണ്ടല്ല. നിങ്ങൾ തരുന്നത് ഒരിക്കലും ഇഷ്ടമില്ലായിട്ടോ വാങ്ങായിട്ടോ അല്ല. എന്നാൽ നിങ്ങൾ എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം തന്നാൽ മതി. ഇത്ര വിലപിടിപ്പുള്ള ഗോൾഡിനൊക്കെ ഇത്ര വിലപിടിപ്പുള്ള സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി അത് വേണ്ടായിട്ടാണ്.
മോളെ അത് പറയരുത്, എൻ്റെ ഒരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ 2-2.5 പവനെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ ഇപ്പോൾ. അതൊക്കെ നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനല്ലേ മോളെ. അതിൽ നിന്ന് അല്പമല്ലേ ഒരു മോതിരത്തിൽ നിന്നായിട്ടുള്ളൂ. അപ്പോൾ മോളിത് സ്വീകരിക്കണം, സന്തോഷത്തോടെ തരുന്നതാണ്, ഒരു ഉമ്മ തരുന്നത് പോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ആവുമ്പോൾ ഹേയ് ഒരു ബുദ്ധിമുട്ടില്ല, അതൊക്കെ പഠിച്ചവൻ എങ്ങനെ കഴിഞ്ഞു പോകും, ഇത് സ്വീകരിക്കണം. അങ്ങനെ ഇതാ മനമില്ലാ മനസ്സോടുകൂടി നൂർ ഫാത്തിമ ആ മനോഹരമായ മോതിരം സ്വീകരിക്കുന്നു. എൻ്റെ കുട്ടിയെ പഠിച്ചോ നന്നാക്കട്ടെ, എൻ്റെ കുട്ടിയെ പറഞ്ഞ് നമ്മളൊന്നും അറിവില്ലാത്തവരാണേ, അറിവുള്ളവരാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അറിവില്ലാത്ത ഞമ്മക്കൊക്കെ ഇങ്ങനൊരു വാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഖുർആനായത്ത് അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ പേര് ഇന്ന് ചെല്ലാതെ ഇങ്ങനെ കിട്ടും എന്നുള്ളത് ഞമ്മക്കറിയില്ലല്ലോ. അറിവുള്ള നിങ്ങളോടൊക്കെ ചോദിച്ചാലല്ലേ പറഞ്ഞുതരുള്ളൂ. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ഹസ്ബൻഡ് എല്ലാം പറഞ്ഞു തരുകയും ചെയ്യുമല്ലോ. അതെ, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത്, അല്ലാതെ എനിക്ക് ഒന്നും കഴിവില്ല, ഒന്നും അറിയില്ല. എന്നാലും ഇൻഷാ അല്ലാ ഞാനിതൊക്കെ പഠിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോള് നല്ലോണം പഠിച്ചോ, ഞങ്ങൾക്കൊന്നും അതിനുള്ള കഴിവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് പറയാലോ. അല്ല, മോൾക്കിപ്പോൾ എത്ര മാസമായിക്കണേ? ആ ഉമ്മ ചോദിച്ചു. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ പറഞ്ഞു, 7ലേക്ക് കടന്നു. ഇൻഷാ അല്ലാ എൻ്റെ മോൾക്ക് നല്ല സ്വാലിഹായൊരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. യാതൊരു കേടുപാടും ഇല്ലാതെ നല്ല രീതിയിൽ സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. നൂർ ഫാത്തിമ ആമീൻ പറഞ്ഞു. എന്നാൽ ശരിട്ടോ മോളെ, അസ്സലാമു അലൈക്കും. പിന്നെ അവരെ വല്ലാതെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താത്ത, നിങ്ങൾ നന്ദി പറയേണ്ടത് ഒരിക്കലും എന്നോടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്, പടച്ച റബ്ബിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്, അല്ലാതെ ഒരിക്കലും സൃഷ്ടികളോടല്ല. നിങ്ങൾക്കത് തിരിച്ചു നൽകിയത് അള്ളാഹു ആണ്. അതിൽ ചെറിയൊരു കാരണക്കാവാൻ എനിക്ക് കഴിഞ്ഞു, അതെനിക്ക് പറയാനുള്ളൂ. സത്യമായിട്ടും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം. പടച്ച റബ്ബിനോട് നമ്മൾ നന്ദി പറയാം. നൂർ ഫാത്തിമയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് അറബിയുമ്മ എല്ലാവരോടുമായി കുശലാന്വേഷണങ്ങൾ പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് വന്നവരൊന്നും തിരിച്ചു പോകുന്നേയില്ല. അറബിയുമ്മയെ കണ്ട് അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് നാഫി ഉസ്താദ് അതാ വരുന്നു. തലാലും നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് നാഫി ഉസ്താദ് ബെല്ലടിക്കുന്നു. നൂറേ, അത് തലാൽ വരുന്നുണ്ട് കേട്ടോ. അറബിയുമ്മ അവിടെ ഉണ്ടല്ലേ? അതെ, അറബിയുമ്മ പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കിച്ചൻ്റെ ആ ഭാഗത്താണ്. അതിനെന്താ, അല്ലെങ്കിൽ അറബിയുമ്മക്ക് അവരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കില്ലേ? അതെ, നല്ല സംസാരമാണ് അറബിയും മലയാളവും ഒക്കെ. എല്ലാവരും ആകാംക്ഷയോടെ അറബിയുമ്മക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നൂർ ഫാത്തിമ, അറബിയുമ്മ സംസാരിക്കട്ടെ മലയാളികളായ ഒരുപാട് സ്ത്രീകളോട്. എല്ലാവരും ഒരു അറബിയോട് സംസാരിക്കാൻ, ഒരു അറബിയുമ്മയെ കാണാൻ കാത്തിരിക്കുന്നവരാണല്ലോ. അവരെല്ലാവരും കണ്ണിറിയെ കണ്ടോട്ടെ അറബിയുമ്മയെ. അതെ, പിന്നെ അറബിയുമ്മയെ അത്ര കണ്ണിറിയെ കാണാനൊന്നും പറ്റില്ല. അറബിയുമ്മ നിക്കാഹ് കഴിച്ചിട്ടേ ഇല്ല. എങ്കിലും ആ സംസാരം മതിയല്ലോ ആളുകളെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് അറബിയുമ്മക്കുണ്ടല്ലോ. മാഷാ അല്ലാ, ദാ ഞങ്ങൾ എത്തിട്ടോ, വാതിൽ തുറക്ക്. നൂർ ഫാത്തിമ ഹിജാബെല്ലാം ശരിയാക്കി അതാ വാതിൽ തുറന്നു കൊടുക്കുന്നു. നാഫി ഉസ്താദ് മുന്നിലും പിന്നിൽ തലാലുമായിട്ട് വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, തലാൽ തമാശയിലൂടെ പറഞ്ഞു. അത് കേട്ട് നൂർ ഫാത്തിമ പുഞ്ചിരി തൂകി. ഞാൻ ഫുഡ് എടുക്കട്ടെ? ഹേയ്, ഫുഡോ? അതൊക്കെ ഇതാ ഉസ്താദിന് എത്ര ഐറ്റംസാണ് പള്ളിയിലേക്ക് വരുന്നത്. കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. നാഫിക്ക, നിങ്ങളിരിക്കട്ടോ, പുറത്ത് ഇനി ആരെങ്കിലും അത് മോശമാണ്. നീ ചെല്ലേ. അതെ, തലാലിൻ്റെ പെങ്ങളെ ഇപ്പോൾ വലിയൊരു ഡോക്ടറായി മാറിട്ടോ. എത്ര പെട്ടെന്ന്. ഡോക്ടർ? അതെ, ഇസ്ലാമിക് ഡോക്ടർ. അതായത് ഇസ്ലാമിക അറിവുകൾ, ഖുർആൻ്റെ ഷിഫുകൾ, അതുപോലെ ദിക്റുകൾ, അസ്മാഉൽ ഹുസ്ന, അതിലൊക്കെയുള്ള ഷിഫയാക്കുന്നതും എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് എടുക്കാനുള്ളയും എല്ലാ രീതിയിലുള്ള ദിക്റുകളും നൂർ ഫാത്തിമ തൽക്ഷണം കൊണ്ട് പഠിച്ചെടുത്തു. സത്യമായിട്ടും മാഷാ അല്ലാ, എനിക്ക് ശരിക്കും അത്ഭുതം തോന്നാണ്. കാരണം അത്രയ്ക്ക് ടഫ്സുള്ള വാക്കുകൾ, വേർഡ്സുകൾ അതെല്ലാം അവൾക്ക് വേണ്ടി നൽകി. പക്ഷേ അതെല്ലാം വളരെയധികം ഈസികരമായ രീതിയിലാണ് അവൾ ബൈഹാർട്ടാക്കിയത്. മാഷാ അല്ലാ. തലാലിൻ്റെ മുഖത്ത് സന്തോഷം വിടർന്നു. നാഫിയ, എൻ്റെ പെങ്ങളല്ലേ, അപ്പോൾ പിന്നെ അതൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റാവില്ലേ? അത് കേട്ട് തലാലും അതാ നാഫി ഉസ്താദും ചിരിക്കുന്നു. അല്ല അറബി ഉമ്മ, ഉമ്മ അവിടെ കുറച്ച് ആളുകളോട് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞു.
ഉമ്മാക്കല്ലെങ്കിലും അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്തായാലും അത് നടക്കട്ടെ ഇൻഷാ അല്ലാ. അറബിയമ്മയെ വിളിക്കുവാൻ വേണ്ടി നൂർ ഫാത്തിമ അതാ വാതിൽ തുറക്കുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ അവിടെ അറബിയമ്മയെ കാണുവാൻ വേണ്ടി തടിച്ചു കൂടിയിട്ടുണ്ട്. ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി പലർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ അറബിയമ്മ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.